പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ അടക്ക പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ചും തുടർന്നുള്ള യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും യേശുവിനെ കാണാൻ ആകാംക്ഷയോടുകൂടി കല്ലറക്കിലെത്തിയ മഗ്ദലക്കാരത്തി മറിയും ആ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു പ്രത്യക്ഷനാകുന്നത് പ്രൈസ് ദി ലോർഡ്. അവൾ ശിഷ്യന്മാരുടെ ചെന്നറിയിക്കുന്ന ശിഷ്യന്മാർ വന്ന് കണ്ട് വിശ്വസിക്കുന്നതും പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതും ഒക്കെ ആയിട്ടുള്ള അനവധി ദൈവിക സത്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഹല്ലേലൂയ കല്ലറയ്ക്കൽ ചെല്ലിയ കല്ലറ കാണാൻ. ഹല്ലേലൂയ. സാധാരണ നമുക്കറിയാം ഈ ശവക്കോട്ടം അഥവാ ശ്മശാനം, സിമിത്തേരി, ഹല്ലേലൂയ, ഈ പൊതുമശാനം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടെ പണ്ട് കാലം തൊട്ട് മനുഷ്യർക്ക് നടക്കാൻ പേടിയാണ്. ഒരാളിനെ എവിടെയെങ്കിലും അവരുടെ മറവ് ചെയ്തല്ലേ സംസ്കരിച്ച ആ സ്ഥലത്തൂടെ പോകാൻ തന്നെ മനുഷ്യൻ പേടിയുള്ള കാലഘട്ടം. പണ്ടത്തെ പോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെ ഭയങ്കര ഭയമുണ്ട്. അങ്ങനെ അതും ഈ അത് ഇരുട്ടുള്ളപ്പോൾ തന്നെ, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഒരു സ്ത്രീ തനിച്ച് ഈ കല്ലറയ്ക്കൽ എത്തുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സഹോദരിമാരെയും അല്ലെങ്കിൽ ഇന്നത്തെ ആ സഹോദരന്മാരെ എല്ലാം കൂട്ടി പഠിച്ചാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഒരു ഭയമില്ലാതെ അവൾ ചെല്ലുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ മറിയ എന്ന പേരിനെ ഈ പേരിന് കണ്ണുനീർ എന്നർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നു. അതൊരു വലിയ ധൈര്യം തന്നെയാണ് അവളുടെ. ഹല്ലേലൂയ. അവൾ ചെല്ലുവാനുള്ള കാരണമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് യേശുവിനെ ആമേൻ വേണം. അവൾ പറയാം, എനിക്ക് യേശുവിനെ വേണം. ഹല്ലേലൂയ. കാരണം ഏത് സ്ഥിതിയിലായിരുന്നാലും അവൾക്ക് യേശുവിനെ വേണം. കാരണം ദൈവപുത്രനായിരുന്ന നമ്മുടെ കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു. അപ്പൊ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ശരീരത്തിന്റെ സ്ഥിതി, അവസ്ഥ എന്തെല്ലാമായി തീരുമോ അതെല്ലാം മനുഷ്യപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനും അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളത് അവൾ അറിഞ്ഞിട്ടും അവൾ പറയുകയാണ്, എൻ്റെ യേശുവിൻ്റെ അവസ്ഥ ഏതായിരുന്നാലും അവൻ്റെ ശരീരം നാറ്റം വെച്ചാലും ഹല്ലേലൂയ ആമേൻ, ഇനി അവൻ്റെ ശരീരത്തിൻ്റെ രീതി എങ്ങനെ ഇരുന്നാലും, കാരണം കല്ലറയിൽ അടക്കം ചെയ്തതല്ലേ, എന്നാലും അവൾക്ക് യേശുവിനെ വേണം. അതൊരു വലിയ ആഗ്രഹമല്ലേ? നമുക്കൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ടോ സ്നേഹിത? നമുക്കൊക്കെ എങ്ങനെ തോന്നാറുണ്ടോ? ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് തോന്നിയതുപോലെ. സ്വതം അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളിൽ യേശുവിനുള്ളത്. യേശു മരിച്ച് കല്ലറയിൽ വെച്ചത് അവൾ കണ്ടതാണ്. ഒരു മനുഷ്യൻ മരിച്ച് കല്ലറയിൽ വെച്ചാൽ പിന്നെ മനുഷ്യന്റെ സ്ഥിതി എന്താണെന്ന് അവൾക്കും അറിയാം, നമ്മൾക്കും അറിയാം. എന്നിട്ട് ഇവൾ കല്ലറ വിടാതെ യേശുവിന് വേണ്ടി വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ അവളുടെ സമീപനം അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ അവൾ പറയുക, എനിക്ക് അവനെ വേണം എന്ന ആഗ്രഹത്തോടു കൂടിയും ദാഹത്തോടു കൂടിയുമാണ് കല്ലറയ്ക്കൽ ചെന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ചെയ്യുന്നവരും ഉണ്ടായിരിക്കുക. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത് ജീവിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരാളായിരിക്കുക ഈ മഗ്ദലക്കാരത്തി മറിയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക് യേശുവിനുണ്ടായിരുന്ന സ്നേഹം എത്ര വലുതായിരുന്നു. ഇന്ന് പകരം കേൾക്കുന്ന സഹോദരങ്ങളെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിനോട് എത്രമാത്രം സ്നേഹമുണ്ട്? യേശുവിനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? യേശു എന്ന് പറയുമ്പോൾ ലോക രക്ഷിതാവ്, ലോക വീണ്ടെടുപ്പുകാരന്, സകല മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരം നൽകിയവനാണ്. സകല മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചവനാണ്. ആമി സകല ജനത്തിന് രക്ഷ നൽകുന്നവനാണ്.
അതിന് ഒരു കൂട്ടം ജനം നിഷേധിക്കുന്നു, എതിർക്കുന്നു, എതിർത്ത് സംസാരിക്കുന്നു. എന്തെല്ലാം ചെയ്താലും വേദപുസ്തകത്തിന് മാറ്റമില്ല, വചനങ്ങൾക്ക് മാറ്റമില്ല. ഇത് മാറ്റമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. അപ്പം മുമ്പ് യേശു ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ 7 ഭൂതങ്ങളെ പുറത്താക്കട്ടെ. മഗ്ദലക്കാരത്തി മറിയ 7 ഭൂതങ്ങൾ വ്യാപിച്ച് അവൾ ദുരാത്മ സേവയാൽ സുബോധം നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പോലും ഹല്ലേലൂയ അവൾക്ക് തിരിച്ചറിവുണ്ടായി കാണത്തില്ല. അവിടെ 7 ഭൂതം കൂടി ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുകയും അല്ലേ, അവിടെ സഭയിൽ തന്നെ ഒരു ഭൂതം ഇളകിയിട്ട് വരുമ്പം നമ്മൾ കണ്ടിട്ടില്ല എന്തെല്ലാം കാലങ്ങളാണ് കാട്ടിക്കൂട്ടുന്നതെന്ന്. അങ്ങനെയാകുമ്പോൾ 7 ഭൂതങ്ങളടങ്ങിയ മഗ്ദലക്കാരത്തി മറിയയുടെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ 7 ഭൂതങ്ങൾ അടങ്ങിയ 7 പിശാചുകൾ അടങ്ങിയ അവളുടെ ശരീരത്തിൽ നിന്ന് ആ പിശാചുകളെ തുരത്തി അല്ലെങ്കിൽ പിശാചുകളെ അല്ലെങ്കിൽ നീക്കി അവളെ സ്വതന്ത്രമാക്കിയ യേശു കർത്താവ്. മഗ്ദലക്കാരത്തി മറിയെ അവളെ സ്വതന്ത്രമാക്കിയ യേശുവാണ്. അപ്പൊ അവൾക്ക് അതിന്റെ സ്നേഹം ഒരിക്കലും യേശുവിന് മറക്കാൻ പറ്റത്തില്ല. അവളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് സ്നേഹം ഉതിർന്നു വരുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണോ യേശുവിനെ സ്നേഹിക്കുന്നത്? ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് നിങ്ങൾ വീണ് പോകത്തില്ല. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നാണ് നിങ്ങൾ യേശു എന്ന് പറയുന്നതെങ്കിൽ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്നെങ്കിൽ ഈ ലോകത്തിന്റെ യാതൊരു ജട്ടിക സുഖങ്ങളിലേക്ക് നീ വീണ് പോകാതെ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ അനുഗമിച്ചതുപോലെ തന്നെ അവന്റെ ശരീരം കല്ലറയിലാണ്. അതേത് അവസ്ഥയിലായിരുന്നാൽ എനിക്കത് വേണമെന്നുള്ള ആ ദാഹത്തോടുകൂടി മറിയ നിന്നതുപോലെ നിൽക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശ്രോതാവേ, സഹോദര സഹോദരി? വിശ്വാസത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് കാലങ്ങൾ എത്രയായി നീ മനുഷ്യന് മുമ്പിൽ കപട വിശ്വാസം കാണിക്കുന്നത്? മറിയുടെ വിശ്വാസം നിന്റെ ഉള്ളിലുണ്ടോ? മറിയ യേശുവിനെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അതോ എല്ലാം കപട വിശ്വാസമാണോ, കപട സ്നേഹമാണോ? പലരെയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനത് പറയാൻ കാരണം പലരുടെ ഉള്ളു നമുക്കറിയാം. നമ്മൾ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കൊണ്ടും പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുമായുള്ള ജീവിത രീതികൾ പങ്കിടുമ്പോൾ അവർക്ക് യേശുവിനുള്ള പ്രിയം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശു എന്ന് പറഞ്ഞാൽ അവളുടെ ജീവന്റെ ജീവനാണ്. കാരണം അവളെ സ്വതന്ത്രമാക്കി മാറ്റിയത്, അവളെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റിയത് യേശുവാണ്. കാരണം 7 ഭൂതങ്ങൾ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ വലിയ മലയിടിഞ്ഞു പോയതുപോലെ ഒരുപക്ഷെ അവളുടെ ജീവിതത്തിനകത്ത് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ കർത്താവിനെ ഹല്ലേലൂയ പുതിയ സൃഷ്ടിയായി മാറി. അവൾ ഇപ്പോൾ കർത്താവിൽ പുതിയ സൃഷ്ടിയായി മാറി. ഈ 7 ഭൂതങ്ങൾ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ മറിയ കർത്താവിൽ പുതിയ സൃഷ്ടിയായി മാറി. അവളുടെ പഴയകാല ജീവിതങ്ങളിൽ എല്ലാം കഴിഞ്ഞുപോയി, പഴയകാല അവസ്ഥകൾ മാറി. ഇപ്പം മറിയ ഒരു പുതിയ സൃഷ്ടിയാണ്. പൗലോസിന്റെ ഭാഷയിലൂടെ പറഞ്ഞ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ രേഖപ്പെട്ടു: ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിലൊക്കെ ഈ കാരണഭൂതൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ അവൻ 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 എന്ന് പറയുന്നത്. അപ്പൊ മറിയ ഒരു പുതിയ സൃഷ്ടിയായി. അവൾക്ക് മുമ്പോട്ടായിരുന്ന അവസ്ഥയില്ല, മുമ്പത്തെ അവരുടെ സാഹചര്യമില്ല. അവളുടെ ഉള്ളിലെ ദുരാത്മാവ് മാറിക്കഴിഞ്ഞപ്പോൾ അവൾ പുതിയ സൃഷ്ടിയുമായി അവൾ ദൈവത്തിന്റെ മകളായി മാറി. അവൾ ദൈവത്തിന്റെ മകളായി മാറി. അവൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചവളാണ് മഗ്ദലക്കാരത്തി മറിയ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവൾ. രക്തം ചെയ്യുന്നു. നമുക്കതിന് കഴിയുമോ? ഹല്ലേലൂയ. നമ്മൾ ഈ ചിലരെ കുറിച്ചൊക്കെ ചില വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിന് കഴിയുന്നുണ്ട്. പക്ഷെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതം പണ്ടേ വിജയത്തിലെത്തിയേനെ. ഇന്നും 7 ഭൂതങ്ങൾ നിറയപ്പെട്ട മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിലെ അടിമത്തത്വം പോലെ ഇന്നും പലരും പാപത്തിന്റെ അടിമത്തത്തിൽ, ദുരാത്മാവിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് ബുദ്ധി ഉപദേശിക്കുന്നത്, നീ മടങ്ങി വന്ന യേശുവിന്റെ പാദപീഠത്തിൽ വീണ് നിന്റെ അവസ്ഥകൾ, നിന്റെ ഹൃദയം തുറന്ന്, നിന്റെ ഉള്ളു തുറന്ന് നീ യേശുവിനോട് പറയുന്നെങ്കിൽ ആമേൻ. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തിലെ ദുരാത്മാവിനെ പുറത്താക്കി യേശു ഇന്നും നിന്നെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഇന്നത്തെ കാലം എല്ലാ കുടുംബങ്ങളും ദുരാത്മാവ് കയറി കിടക്കുക.
സകല കുടുംബങ്ങളും ദുരാത്മാവാണ്. നമ്മൾ കണ്ടില്ലേ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുടുംബത്തിനകത്തായി ഇപ്പൊ കൊലപാതകം. ഇപ്പം പണ്ടൊക്കെ അങ്ങ് പുറത്താ കൊലപാതകം, പുറത്തും ആമ അക്രമസം സമൂഹത്തിലാണ്. ഇപ്പൊ നോക്കിയ കുടുംബത്തിനകത്ത് മാതാപിതാക്കളും അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അമ്മായിയമ്മ മരുമോള് അമ്മായിപ്പൻ അതുപോലെ കവിതാക്കൾ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ അടങ്ങി എന്ന് വേണ്ട വിവിധ വിഷയങ്ങളാൽ കുടുംബത്തിനകത്ത് കൊലപാതകം വർദ്ധിച്ചത്. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ അങ്ങനല്ലേ കാണുന്നത്. എത്രയോ വേദനാജനകമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ദനക്കാരിത്തി മറിയുടെ മേലുണ്ടായിരുന്ന ദുരാത്മാവ് 7 ഭൂതങ്ങൾ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ മുഴുവൻ ഇതുപോലുള്ള ദുരാത്മാക്കൾ കയറിക്കൂടി അവനെ കണ്ട് ആക്രമസത്രമുണ്ടാക്കി കുടുംബത്തിനകത്ത് കലമുണ്ടാക്കി കൊലപാതകൻ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു. അല്ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവി നമ്മൾ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷത്തിന് നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. ഞങ്ങൾ വിളിച്ചു പറയുന്ന യേശുവിനെ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിനക്ക് ഏക രക്ഷ നൽകുവാൻ, ഏക വിടുതൽ നൽകുവാൻ, നിന്റെ കുടുംബത്തിൽ സമാധാന സ്വസ്ഥത നൽകുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, ഇന്ന് നീ കടന്നു പോകുന്ന നിന്റെ കുടുംബത്തിന്റെ ദുരന്ത അവസ്ഥ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഈ ദുരാത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പങ്കാർക്കെന്നറിയോ? ഇവിടുത്തെ മദ്യരോഗികൾക്കും മയക്കുമരുന്ന് രോഗികൾക്കും പാൻമസാലക്കാർക്കും ഈ കള്ളുഷാപ്പുകാർക്കും ബീവറേജുകാർക്കും ബാറുടമകൾക്കുമാണ്. അവരെ നടത്തുന്ന ഗവൺമെന്റുകൾക്കുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ്. അല്ലേ സ്വതന്ത്രം അല്ലേ? നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും വ്യാഖ്യാനിക്കും എന്നെ സംബന്ധിച്ചൊന്നുമില്ല. ഈ ഒരു മേഖലയിൽ വിടിവിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ ഒരു മേഖലയിൽ നിന്ന് വിടിവിക്കപ്പെട്ട് വന്നവനായതുകൊണ്ട് എനിക്ക് ഏത് സമൂഹത്തിൽ എവിടെ ഏത് രാത്രിയിൽ എന്നെ ഉറക്കത്തെ വിളിച്ചുണർത്തിയാലും ഞാൻ ആരുടെയും മുഖം നോക്കാതെ ലജ്ജ കൂടാതെ ഭയം കൂടാതെ വിളിച്ചു പറയും. എന്നെ ഞാനാക്കി മാറ്റിയത് യേശുവാ. മഗ്നകാര്യത്തിൽ മറിയെ പോലെ ദുരാത്മാവിനെ നിറയപ്പെട്ട് എന്തും ചെയ്യാൻ മടിയില്ലാതെ അക്രമസക്തനായി നടന്ന എന്നെ പുറത്തു കൊണ്ടത് യേശുവാണ്. മറിയെ പുതിയ സൃഷ്ടിയാക്കിയത് എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അതുകൊണ്ട് എനിക്ക് യേശുവിനെ ഭയങ്കര സ്നേഹമാണ്. എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു. പുറമെയുള്ള സ്നേഹം എന്റെ കാര്യം കാണാൻ വേണ്ടി മാത്രമല്ല, എന്റെ കാര്യപ്രാപ്തിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ല, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഈ പ്രാർത്ഥന ഡെയിലി 10 പ്രാവശ്യം ചൊല്ലുക. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഇത് 10 പേർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതല്ല വിശ്വാസങ്ങൾ. അതൊക്കെ ചില തന്ത്രവാദങ്ങളൊക്കെയാണ് അല്ലേ? മന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ്. എന്നാൽ ഇത് അയച്ചു കൊടുക്കുക, 10 പേർക്ക് അയച്ചു കൊടുക്കുക, ഇത് 10 പ്രാവശ്യം ചൊല്ലുക എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ദുരാത്മാവിന്റെ സേവയിൽ നിന്ന് നീ പുറത്തു വന്ന് അല്ലേലൂയ 7 ഭൂതങ്ങളിൽ പുറത്തായ മക്കളക്കാര്യത്തിൽ മാറിയ പുതിയ സൃഷ്ടിയായി അവിടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ സ്നേഹം നിറഞ്ഞ് ആ യേശുവിനെ ഏത് അവസ്ഥയിലായാലും എനിക്ക് വേണമെന്ന് പറഞ്ഞ മറിയെ പോലെ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ സ്നേഹം ഉണ്ടാകട്ടെ. അല്ലാതെ ഇതാണ് 10 പേർക്ക് അയച്ചു കൊടുത്തേര്, 10 പേർ കൈമാറിയേര്, 100 നോട്ടീസ് അടിച്ചു കൊടുത്തേര്, നിന്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നൊക്കെ പറയുന്നത് നമ്മൾ കുതന്ത്രമാണ്, തന്ത്രമാണ്, മന്ത്രമാണ്. അതൊരു ശരം സാത്താന്യമാണ്. ഹല്ലേലൂയ. രക്തം. അപ്പൊ ഇവിടെ മറിയെപ്പോലെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. മറിയ പുതിയ സൃഷ്ടിയായി തീർന്നു, യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. ഹല്ലേലൂയ. ആകയാൽ അവൾ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 11 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കണ്ട്, എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അല്ലെങ്കിൽ കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്തു വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഹല്ലേലൂയ ഒരുത്തൻ തലക്കിനും ഒരുത്തൻ കാൽക്കിനും ഇരിക്കുന്നത് കണ്ട് അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്നറിഞ്ഞില്ല താനും. ഹല്ലേലൂയ. കണ്ടോ, അവൾ യേശുവിനെ കുറിച്ച് അത്ര സ്നേഹം. ഹല്ലേലൂയ. എന്നിട്ട് യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നെന്ന് ചോദിച്ചു. അവനൊരു തോട്ടക്കാരൻ നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ
കല്ലറയിൽ യേശു ഇല്ലല്ലോ, യേശുവിന്റെ ശരീരമില്ലല്ലോ. അതുകൊണ്ട് യേശു പുറത്ത് അവൾക്ക് പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ യേശു എന്നറിയാമെന്ന് അവൾ പറയുകയാണ്, യജമാനനെ നീ അവനെ എടുത്ത് കൊണ്ടുപോയി എവിടെ വെച്ചത് പറഞ്ഞാൽ മതി, അവന്റെ ഏത് അവസ്ഥയാണ് ഞാൻ എടുത്തു കൊണ്ടുപോയേക്കാം. അപ്പം ഒന്ന് ചിന്തിച്ച്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ നിലയിൽ മരിച്ച് കല്ലറയ്ക്കകത്ത് അഴുകി ഇരിക്കുന്നതായിരിക്കും, അവളെങ്കിലും യേശുവിനെ എടുത്തുകൊണ്ട് പൊക്കളാവും, യേശു പൊക്കളാവെന്നാണ് പറയുന്നത്. അതൊരു വല്ലാത്ത വിശ്വാസമല്ലേ? അല്ലേലൂയ്യ. അമ്മ സ്വതം യേശു അവളോട് മറി എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ, പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ എന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയം വന്ന് തൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. നോക്കി, ഞാൻ ചിന്തിച്ച ഭാഗം, നമ്മൾ ചിന്തിക്കുന്ന ഭാഗം, ഈ കർത്താവാൻ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷ സമയത്ത് അവരോട് കൂടെ എത്ര സ്ത്രീകളും എത്ര പുരുഷന്മാരും ഉണ്ടായിരുന്നു, അവന്റെ ശിഷ്യന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്കുണ്ടായിരുന്ന അവിടെ ആ സ്നേഹം മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കട്ടെ. ഈ കല്ലറ വിട്ടുപോകാതെ കല്ലറയ്ക്ക് പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ് യേശുവിന്റെ ആദ്യ പ്രത്യക്ഷത എന്ന് പറയുന്നത്. അപ്പൊ അവളുടെ ഹൃദയത്തിൽ എത്രമാത്രം യേശുവിനെ സ്നേഹിച്ചു. പലരും കാര്യം കഴിഞ്ഞാൽ അങ്ങ് മടങ്ങിപ്പോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയും, പല കൺവെൻഷൻ നടക്കുന്നു, പല മീറ്റിംഗ് നടക്കുന്നു, പല ഉപവാസ പ്രാർത്ഥന പലയിടത്തും വരുന്നു. എല്ലാവരും പണത്തിന് വേണ്ടി വരുന്നതാ. കടം വീടാൻ, ജപ്തി മാറാൻ, ലോൺ അടയ്ക്കാൻ, ബാങ്കിൽ നിക്ഷേപം, മക്കൾക്ക് ജോലി കിട്ടാൻ, മക്കളുടെ കല്യാണം നടക്കാൻ, വിദേശത്ത് പോകാൻ, പണത്തിന്റെ ആർത്തിയോടെ ഇന്നത്തെ പല മീറ്റിങ്ങുകളും പലതും വരുന്നത്. രോഗം മാറാൻ, ശാപം മാറാൻ, ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ പിന്നെ അവരെ സഭയിൽ പോലും കാണാനില്ല. ലേലിയ ഓടിയ നാട്ടിൽ പുല്ലുപോലും ഇല്ലെന്ന് വെച്ചാൽ ചിലരൊക്കെ കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്കകത്ത് പോലും വരത്തില്ല. എനിക്കറിയാം, ഈ സഭയിൽ, ഞങ്ങളുടെ സഭയിൽ വന്ന് ഒരുപാട് വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ചു പോയവരുണ്ട്. അവര് സൗഖ്യത്തിന് വേണ്ടി മാത്രം വന്ന് പിന്നീട് അവരെ ആ പരിസരത്ത് കണ്ടിട്ടില്ല. നന്മയ്ക്ക് വേണ്ടി മാത്രം വരുന്ന കുറെ ആളുകളുണ്ട്. അല്ലേരിയ. പിന്നെ പണം ഉദ്ദേശിച്ച് വരുന്ന കുറെ പേരുണ്ട് സഭയ്ക്കകത്ത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയട്ടെ, നീ മഗ്ദലക്കാരത്തിൽ മറിയെ കണ്ടുപഠിക്കണം. അല്ലെങ്കിൽ അവൾ യേശുവിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്, അവൾ യേശുവിനെ ചോദിക്കാനല്ല വന്നത്, അവൾ യേശുവിന് പണം ചോദിച്ചോ അല്ലെങ്കിൽ ആർക്കും ഒന്നും ചോദിച്ചല്ല വന്നത്. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ ഒരു ദുരാത്മാവിനെ പുറത്താക്കിയ ആ സ്നേഹം, യേശുവിന്റെ സ്നേഹം അവൾക്ക് മറക്കാൻ പറ്റത്തില്ല. അവൾ ദുരാത്മാവിനെ അറിയപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് അവൾ സംസാരിച്ചതും പറഞ്ഞതും നടന്നതും ഒക്കെ ഒരുപക്ഷെ നമുക്കറിയാം ഒരു ഭ്രാന്ത പിടിച്ചവളെ പോലെ ആയിരിക്കാം. ആ സ്ഥിതിക്ക് ഒരു മാറ്റം നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ യേശുവിനെ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ സ്നേഹമുണ്ടോ ശ്രോതാവി? വിശ്വാസത്തിന്റെ വേഷം ധരിച്ച സൗര നിനക്ക് മറിയയുടെ വിശ്വാസം നിനക്കുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ചിന്തിക്കുമ്പോഴേ എല്ലാം ചിന്തിക്കണം. കാര്യം കാണാൻ വേണ്ടിയല്ലേ യേശുവിലേക്ക് വരേണ്ടത്? ഹല്ലേലൂയ. കടം വീടാൻ വേണ്ടി, കടം വീടിയാൽ പിന്നെ പോകും. മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മക്കളുടെ കല്യാണത്തിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട്. കാരണം മക്കൾ ഇതിലൊക്കെ വിളിച്ചുകൊണ്ട് വരും, പിന്നെ കല്യാണം നടത്തില്ല, കുടുംബത്തിന് നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടി അതിന് സഭയെ സമീപിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലേ? അങ്ങനെയൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. അല്ലേലൂയ. അങ്ങനെയല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത്. യേശു നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ, അവരെനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നമ്മുടെ പാപത്തെ ക്ഷമിച്ചു, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചു തന്നു, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പുറത്തു നമുക്ക് രക്ഷ നൽകിയ കർത്താവിനെ മഗ്ദലക്കാരത്തി മറിയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ സ്വന്തം നമുക്ക് യേശുവിന്റെ സ്നേഹം. അപ്പൊ കണ്ണുനീരോടുകൂടി, അല്ലേലൂയ, ഇവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവളായിരുന്നു. മറിയ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവളായിരുന്നു എന്ന് പറഞ്ഞാൽ അവൾക്ക് സുബോധം വന്നു. അവൾ ദുരാത്മാവിൽ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ അവൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അവൾ കണ്ണുനീരോടുകൂടി യേശുവിനെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ അവനെ കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ കണ്ണുനീരോടെ യേശുവിനെ അന്വേഷിക്കുന്നില്ല, ഹൃദയം തുറന്ന് നീ ദൈവത്തെ വിളിക്കുന്നെങ്കിൽ, ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് യേശുവിനെ വിളിക്കുന്നെങ്കിൽ, കാര്യം കാണാൻ വേണ്ടിയിട്ടല്ല, യേശുവിനെ നീ ആഴത്തിൽ സ്നേഹിച്ച് അവരുടെ രക്ഷ അനുഭവത്തിൽ ജീവിക്കാൻ നീ ആഗ്രഹിച്ച് അവരുടെ പാദപീഠത്തെങ്കിലും സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, രക്തം ചെയ്യാം, നിന്നെ ദൈവം കൈവിട്ട് കളയാതെ നിന്റെ സകല പ്രശ്നങ്ങൾക്ക് യേശു മറുപടി തരും. ഹല്ലേലൂയ. ഇന്നത്തെ കാലങ്ങളിൽ കുടുംബങ്ങൾക്കകത്തും മക്കൾക്കെല്ലാം ദുരാത്മാവാണ്.
കുടുംബത്തിനകത്ത് ഭർത്താവിന് ദുരാത്മാവ്, ഭാര്യയ്ക്ക് ദുരാത്മാവ്, മക്കൾക്ക് ദുരാത്മാവ്, അമ്മായിയും വയ്ക്കുക, മരുമക്കൾക്ക് എല്ലാം ദുരാത്മാവാണ് എന്ന് പറഞ്ഞാൽ എല്ലാം സുബോധം കെട്ട വാക്കുകളാണ്. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ, ദൈവകൃപയില്ലാത്ത വാക്കുകൾ, അതല്ലേ പ്രശ്നം നടക്കുന്നേ. ഭവനങ്ങൾക്കകത്തിലെ ദുരാത്മാവ്, ഭർത്താവ് മദ്യപാന ദുരാത്മാവല്ലേ, ഭാര്യ മദ്യപാന ദുരാത്മാവല്ലേ, ഈ കവിതാക്കൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള ഇതെല്ലാം ദുരാത്മാവാന്നേ. വീട്ടിനകത്ത് അസഭ്യം വിളിച്ചു പറയാം, വീട്ടിനകത്ത് ചീത്ത വിളിച്ചു പറയാം, ഭാര്യയെ അടിക്കുക, മക്കളെ അടിക്കുക, എന്നുകൊണ്ട് ഇതെല്ലാം ദുരാത്മാവിനെ നിറയപ്പെട്ട് കുടുംബം മുഴുവൻ പിശാച് ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരോട് ഹല്ലേലൂയ. നീ മടങ്ങി വന്ന് യഥാർത്ഥത്തിൽ കണ്ണുനീരോട് മടങ്ങി വന്ന് നീ കർത്താവി എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണമേ. മക്കളക്കാര്യത്തിൽ മറിയെ സ്വതന്ത്രമാക്കി കർത്താവി, അവളെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവി, എന്നെ എൻ്റെ കുടുംബത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമെന്ന് ദൈവസ്ഥനെ ഒരുപാട് വീട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കും. അങ്ങനെ സ്വതന്ത്രമാക്കുമ്പോൾ മറിയെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതുപോലെ നിനക്കും പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളൊരു പക്ഷേ ഈ വചനം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് കരുതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയാലും ഒന്നുമില്ലെന്ന്. ഞങ്ങളൊക്കെ ഇത് കണ്ടു കേട്ട് വളർന്നു വന്നവരാ, ഇതൊക്കെ അനുഭവിച്ചവരാ. ഞങ്ങൾക്ക് കിട്ടിയ വിടുതൽ ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അവൾ കണ്ണുനീരോടുകൂടി ദൈവത്തെ അന്വേഷിച്ചു. തീർച്ചയായും അവനെ അവൾ കണ്ടെത്തി. യേശു ശീമോന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ കണ്ണുനീരുകൊണ്ട് യേശുവിന്റെ പാദം നനച്ച് തന്റെ തലമുടി കൊണ്ട് ആമി തുടച്ചു. ഒരുപക്ഷെ ഈ മദ്ദലക്കാര്യത്തിൽ ആയേക്കാം എന്ന് ചില വേദപഠിതാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ കണ്ണുനീരോടുകൂടി കർത്താവിനെ നീ അന്വേഷിക്കുന്നെങ്കിൽ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിച്ചു കളയാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിന് ആശ്വാസം തരുന്നവനായ യേശു. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബങ്ങളും തകർന്നു നുറുങ്ങിയ അനുഭവത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സുപരിചിതമായതും കാണാപ്പാടമായതുമായ വചനം എന്താണ്? 34 സംഗീതത്തിന്റെ 18-ാമത്തെ വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മദ്ദലക്കാര്യത്തിൽ മറിയുടെ ഹൃദയം തകർന്നവളാണ്, മനസ്സ് തകർന്നവളാണ്. അപ്പൊ അവളുടെ നുറുങ്ങിയ ഹൃദയത്തിന് യഹോവ സമീപസ്ഥനായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സ് തകർന്ന അവളെ ദൈവം ആശ്വസിപ്പിച്ചു. അതവൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതാണ് ആ ദൈവവചന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന 18-ാമത്തെ വാക്യം 17-18 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ, എന്ത് 3 വിധ കഷ്ടതകളും അവയുടെ അനുഗ്രഹങ്ങളും ഇവിടെ തന്നിരിക്കുന്നു. അതുമൂലം ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഇടവരുന്നു. വിടുതൽ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊക്കെ ഹൃദയം നുറുങ്ങിയവരാ, മനസ്സ് തകർന്നവരാ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റൂ, സഹോദരി, ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലൂടെ നീ ജീവിക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? മനസ്സ് തകർന്ന അനുഭവത്തിൽ ജീവിക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? എന്നെ വിളിച്ചിട്ട് പല സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്റേ, കുടുംബജീവിതം ആരംഭിച്ച് വിവാഹം കഴിച്ച് ചില നാളുകളിൽ സമാധാനത്തോട് ജീവിച്ചു, അതിനുശേഷമായിട്ട് ഇന്ന് വരെ ഒരു സ്നേഹത്തിന്റെ അനുഭവം കുടുംബത്തിലെ ജീവിതത്തിലില്ല. വീട്ടിലൊരു ഉപകരണം പോലെ ഞാൻ പണിയെടുക്കണം, വീട്ടിലെ ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു സ്നേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എത്രയോ സഹോദരിമാർ പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇത് സഹോദരന്മാർക്ക് കൊണ്ട് കേട്ടോ. സഹോദരന്മാർ എന്നോട് പള്ളി പറയണ്ട, എൻ്റെ പാസ്റ്റർ, ഞാൻ ഭാര്യ പറയുന്നത് കേട്ട് ചെയ്തില്ലെങ്കിൽ വീട്ടിൽ സ്ഥാനമില്ല, ഞാൻ അവളുടെ ചെലവിങ്കയിലായിപ്പോയെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയൊക്കെ 2 ഭാഗത്തുണ്ട് കേട്ടോ. അപ്പൊ ഹൃദയം നുറുങ്ങിയ അനവധി സഹോദരന്മാരുണ്ട്, മനസ്സ് തകർന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആരുടെയും പേര് പറയാനില്ല. കാരണം ഹൃദയം തുടങ്ങിയ നിന്റെ ജീവിതത്തിനകത്ത് യേശു വിടുതൽ നൽകുവാൻ ആഗ്രഹിക്കുക. മനസ്സ് തകർന്ന നിന്റെ ജീവിതത്തെ പുതുക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. നീ അതിന് തയ്യാറാകുന്നെങ്കിൽ മഗ്ദലക്കാര്യത്തിൽ മറിയയ്ക്ക് കൊടുത്ത വിടുതല് യേശു നിന്റെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുക.
എത്ര കാലമായി നീ സന്തോഷിച്ചിട്ട് സമാധാനത്തോടെ ഉറങ്ങിയിട്ട് സമാധാനത്തോടെ ജീവിച്ചിട്ട്. ഹല്ലേലൂയ. ചില സഹോദരിമാരുടെയൊക്കെ മുഖം നോക്കിയാൽ നമുക്കറിയാം അവർ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനകൾ. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിനകത്തെ ദുഃഖങ്ങൾ ഏത് സമയത്തും മുഖത്തൊരു പ്രസന്നതയില്ലാതെ, മുഖത്തൊരു സന്തോഷമില്ലാതെ, എപ്പോഴും കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കടന്നു പോകുന്ന എത്രയോ സഹോദരിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഞാനങ്ങനെ ഒരുപാട് പേരെ കാണുകയും ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ അവരോട് പറയാതെ, അവരെന്നോട് പറയാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളും എനിക്കറിയാവുന്നുണ്ട്. ഞാൻ പലപ്പോഴും അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും കേട്ടോ. എനിക്കും മറ്റും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എന്നെ പാപത്തിൽ വിടിച്ചുകൊണ്ട് ദൈവമുണ്ട്. ഇതുപോലെ തന്നെ ഈ ദുരാത്മാവിനെ നിറയപ്പെട്ടൊരു ജീവിതമായിരുന്നു എനിക്ക്. അന്ന് എന്നെ വിടിവിക്കാൻ വേണ്ടി, ഞാൻ സ്വന്തമാക്കി മാറാൻ വേണ്ടി എനിക്ക് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വലിയ സമൂഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സന്തോഷത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിടിവിക്കപ്പെട്ട ആ സാഹചര്യങ്ങളെ ഓർത്ത് ഇന്ന് ഞാൻ പലർക്കും വേണ്ടിയിട്ട് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. സ്വതന്ത്രം ഹൃദയം തുടങ്ങി ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നേ. മനസ്സ് തകർന്നു വരുന്നു. പലവട്ടം ആത്മീയതയ്ക്ക് ശ്രമിച്ചു, മരിക്കാൻ മാത്രം ആഗ്രഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. മരണത്തിന് പലപ്പോഴും ഒരുങ്ങി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ മരണം എനിക്ക് കിട്ടാതെ ആ മരണത്തിൽ നിന്നൊക്കെ നീക്കുപോക്ക് തന്നെ വിടുവിച്ചു കൊണ്ടുവന്ന് എൻ്റെ മേലുള്ള അന്ധകാരത്തെ മാറ്റി മറിയ കണ്ണുനീരോടുകൂടി കരഞ്ഞതുപോലെ കരഞ്ഞ് പ്രാർത്ഥിപ്പാൻ എന്നെ പഠിപ്പിച്ച യേശുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മറിയയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന സ്നേഹമാണ് എനിക്കും യേശുവിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കാര്യം കാണാൻ വേണ്ടി യേശുവിനെ സ്നേഹിച്ചയാളല്ല. കാര്യം കാണാൻ വേണ്ടി, എൻ്റെ കാര്യം നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് യേശുവിനെ സ്നേഹിച്ചല്ല. എനിക്ക് നിത്യജീവൻ തന്ന യേശുവാണ്. എനിക്ക് വീണ്ടെടുപ്പ് തന്ന യേശുവാണ്. എനിക്ക് രക്ഷ തന്ന യേശുവാണ്. എൻ്റെ പാപത്തിന് വിളിച്ച യേശുവാണ്. എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകിക്കളഞ്ഞ യേശുവാണ്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവാണ്. എനിക്ക് വേണ്ടി പരമയാഗമായിരുന്നത് യേശുവാണ്. അവനാണ് എനിക്ക് വേണ്ടി സ്വർഗ മഹിമകളിലെ വെടിഞ്ഞ് ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. അവൻ ദൈവപുത്രനായിരുന്നിട്ടും മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ കാരിലും പാണിയാൽ തറയപ്പെട്ടു. മുൾക്കിരീടധാരിയായി മാറി വിലാപ്പുറം കുത്തി തുറന്ന് ഉഴവുചാല് പോലെ അവൻ്റെ ശരീരം നീളത്തിൽ പടയാളിൽ ചാട്ടവാർ കൊണ്ട് അടിച്ചു കയറി. രക്തം താഴെതാരിയാൽ ആ ക്രൂശിന്റെ കൽത്തളത്തിൽ കെട്ടി നിന്ന്. ഹല്ലേലൂയ. വഴി പോകുന്നവരെ അവനെ കണ്ട് കുലപാതകൻ, ചതിയൻ, ബെൽസെബൂൽ എന്ന് പറഞ്ഞ് കളിയാക്കി. അവന്റെ കന്നത്തടിച്ച് മുഖത്ത് തുപ്പി. അവന് കുടിപ്പാൻ ചുരുക്ക കൊടുത്തു. അവനെ കണ്ടവരെല്ലാം പരിഹസിച്ച്, എന്തിന് ആമിമ്മയാലി എന്നെ പോലെയുണ്ടായിരുന്ന ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെന്ന രക്ഷയിലാണ് ഞാൻ സന്തോഷിക്കുന്നത് കേട്ടോ. ഫ്രൈസൊക്കെ എനിക്ക് കാര്യം കാണാൻ വേണ്ടിയിട്ടല്ല. പ്രൈസ് പലരും കാര്യം കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ. പ്രൈസ് ദൈവം നമുക്ക് തന്ന വിടുതല്. ഹല്ലേലൂയ. അപ്പൊ ഇവൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അവന്റെ പാദപീഠം നനച്ച് കണ്ണാമിനെ തലമുടി കൊണ്ട് തുവർത്തി. എല്ലാവരും കാണാൻ കഴിയും. അത് തകർന്നു നുറുങ്ങിയും ഹൃദയത്തോടെ കണ്ണുനീരോടെ നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നീ അവനെ കണ്ടെത്തും. കണ്ണുനീരോടെ നീ യേശുവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ നീ കണ്ടെത്തും. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും. അല്ലേ? ഇന്ന് പല കുടുംബത്തിനകത്ത് ഇരുട്ടാ. കൂരിരുട്ടാ. ഹല്ലേലൂയ. വെളിച്ചമുണ്ടെങ്കിലും ഇരുട്ട് തന്നെയാ. ഹല്ലേലൂയ. സമാധാനമില്ല. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം കൂരിരുട്ട്. കണ്ടാൽ വലിയ വീടൊക്കെയാണ്. കണ്ടാൽ വലിയ വീട്, മുറ്റത്ത് നല്ല കാർപോർച്ചാനകത്ത് നല്ല വില കൂടിയ വാഹനം. ഹല്ലേലൂയ. മക്കളൊക്കെ വിദേശത്ത്. സ്തോത്രം. ഹല്ലേലൂയ. ആ സമൂഹത്തിൽ നല്ല ബന്ധസ്ഥാനമാനങ്ങൾ. പക്ഷേ കുടുംബത്തിനകത്ത് കണ്ണുനീരാ. പ്രൈസ്. ഞാനിത് പറയാൻ കാരണം ഞാനൊരു വലിയൊരു വീട്ടിൽ ചെന്നു. വലിയ വീടാണ്. കാരണം എന്നെ പോലെയുള്ളവരൊക്കെ ആ വീട്ടിൽ കടന്നു ചെല്ലുക അപൂർവമാണ്. കാരണം ഞങ്ങളിന്ന് അംഗീകരിക്കത്തില്ല. ഞങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാര്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ ദൈവ മക്കളാകട്ടെ. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ വീണ്ടെടുക്കപ്പെട്ട പാപത്തിന് പരിഹാരം പ്രാപിച്ച കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിച്ച ദൈവമക്കളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാർ കേട്ടോ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും. അപ്പൊ ഞങ്ങൾ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരാണ്. ജനം ഞങ്ങൾക്ക് പദവിയൊന്നും തരുന്നത്. ഞങ്ങൾ വേണ്ടതെന്ന് ഞങ്ങൾ കർത്താവ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഞങ്ങളെയൊക്കെ അടിപിടിക്കും. ഞങ്ങൾക്ക് കുഴപ്പം, ഞങ്ങൾ ആരാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. എന്നാലും ഞാനൊരു വലിയ വീടിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നെ ആ വീടൊന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഹല്ലേലൂയ. ഞാറടത്തും വലിയ വീടല്ലേ. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോഴാണ് കുടുംബത്തിന്റെ അകത്തെ അണലി വിഷത്തെ പുറത്തേക്ക് ചാടിക്കുന്നത് കണ്ടത്. കുടുംബത്തിനകത്ത് അണലി വിഷം തുപ്പുന്നത് പോലെയുള്ള അവസ്ഥയാണ് കുടുംബത്തിനകത്ത്. പുറമേ കണ്ടാൽ ഒരു കുഴപ്പമില്ല. പുറമേ കണ്ട ഭയങ്കരം. അകത്ത് ചെന്നപ്പോഴാണ് വിഷം തുപ്പുന്നത് കണ്ടത്. പിന്നെ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞു.
ദൈവത്തിൻ്റെ ഈ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു, സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. അവർ വിടേണ്ടതിനെ വിട്ട്, പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ച്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചിട്ട്, തിരഞ്ഞെടുക്കേണ്ടതിനെ തിരഞ്ഞെടുത്ത് നിത്യജീവനെ പ്രാപിക്കുവാനുള്ള അവസരങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ തിരുവചനത്തിലൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കത് ബോധ്യമായി. മാത്രമല്ല, ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ടല്ലോ, അത് എടുത്തുകൊണ്ട് വാ. അത് എടുത്തുകൊണ്ട് വച്ചിട്ട് ഞാൻ പറയുന്ന ഭാഗങ്ങൾ അതിനുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ ഞാനിത് വന്ന് പറഞ്ഞിട്ട് പോയി നിങ്ങൾ ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ചില സത്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയുക, ഞങ്ങളിതൊന്നും വായിക്കാറില്ല. പിന്നെ വായിക്കാതെ എൻ്റെ കുടുംബം സ്വതന്ത്രമാകുമോ? അവർ കരയുന്നത് ഞാൻ കണ്ടു. അവർ കണ്ണതിലൂടെ കരയുന്നത് കണ്ട് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ ആ കുടുംബം സ്വതന്ത്രമായി മാറി. അത് വലിയ അണലി വിഷം പോലെ കണ്ടാലും കുഴപ്പമില്ലെന്നേ. അങ്ങനെയുള്ള എത്ര കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പ്രൈസ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒന്ന് വിടുവിക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുക. നിന്റെ കുടുംബം സ്വതന്ത്രമാകണം ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരും മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അവന്റെ പാദാന്തീതി എന്ന് വരുന്നെങ്കിൽ, ആ പാദപീഠത്തിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, നിന്റെ കുറവുകളിൽ നിന്ന് ഏറ്റു പറയുന്നെങ്കിൽ, കർത്താവ് നിന്റെയും നിന്റെ കുടുംബത്തെയും വിടുവിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ബാഹ്യമായ പ്രകടനമല്ല ദൈവത്തെ സ്തുതിക്കുന്നത് കേട്ടോ, പുറമെയുള്ള പ്രകടനമല്ല. ഹല്ലേലൂയ. നിന്റെ പണത്തിന്റെ കൊഴുപ്പോ, നിന്റെ പണത്തെ പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവൻ, ഞാനാണ് ഏറ്റവും വലിയവൻ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത്. ചില പറയും, ഞാനാണ് പെരുന്നാൾ നടത്തിയത്, ഞാനാണ് വെടിക്കെട്ട് നടത്തിയത്, ഞാനാണ് ഇവ കപ്പകളെ അലങ്കരിച്ച്, ഞാനാണ് ചെണ്ടക്കാരെ നിർത്തിയത്, ഞാനാണ് ബാറ്റുമേളക്കാരെ നിർത്തിയത്, ഞാനാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് പുറമെ ബാഹ്യപ്രകടനം നടത്തുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നീ ദൈവത്തിന്റെ അവളല്ല ചിന്തിക്കുന്നത്. നിന്റെ പണത്തിന്റെ കൊഴുപ്പ്, നിന്റെ അഹങ്കാരം, ഹുങ്കാരം, നിന്റെ സ്വയത്വം, നിന്റെ സ്വാർത്ഥതയെ നീ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നീ ചെയ്തത് അത് പുറമേ കാണിക്കാനല്ല. അതുകൊണ്ട് നിനക്ക് രക്ഷയില്ല. നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. നിനക്ക് രക്ഷ പ്രാപിക്കുന്നെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഏക രക്ഷകൻ കർത്താവ് മാത്രം. മഗ്ദലക്കാരത്തി മറിയയും യേശു ഇവിടെ കാണുന്നതിന് മുമ്പ്, മഗ്ദലക്കാരത്തി മറിയെ യേശു സമീപിക്കുന്നതിന് മുമ്പ്, മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ സമീപിക്കുന്നതിന് മുമ്പ്, അവർ തമ്മിൽ മുഖാമുഖം കാണുന്നതിന് മുമ്പ്, മഗ്ദലക്കാരത്തി മറിയയുടെ ആ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ അന്ന് അവളെ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും അവളുടെ പള്ളിയിലും പോയിട്ട് പലരും അവൾക്ക് വേണ്ടി പലതും ചെയ്തു കാണും. പക്ഷേ മഗ്ദലക്കാരത്തി മറിയത്തിന് വിടുതൽ കിട്ടിയില്ല. കാരണം വരേണ്ടിവൻ വന്നപ്പോൾ വരേണ്ടിവൻ വരാതെ വിടുതൽ നടക്കത്തില്ല. അങ്ങനെ പലരും അവളെ കണ്ടിട്ടുണ്ടെങ്കിലും അവർക്കൊരിക്കലും വിടുതൽ. പക്ഷേ അവൾ യേശുവിനെ കണ്ടപ്പോൾ, അവളെ കണ്ടപ്പോൾ, അവർ മുഖാമുഖം ഫേസ് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അവളുടെ മേലുള്ള ദുരാത്മാവിനെ യേശു പുറത്താക്കി. അതാണ് അവളുടെ സ്നേഹം. പ്രൈസലോ. അതേ സ്നേഹിത, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യേശുവിനെ സ്നേഹിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവവചനം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, കർത്താവ് ഒരിക്കലും നിങ്ങളുടെ കണ്ണുതിന്നെ കണ്ടിട്ട് കടന്നു പോകുന്നില്ല. കർത്താവ് ഒരിക്കലും നിങ്ങളുടെ കണ്ണുതിന്നെ കണ്ടിട്ട് കാണാതെ കടന്നു പോകത്തില്ല. കണ്ടില്ലെന്ന് വെച്ച് നടിക്കത്തില്ല, അല്ലെ കണ്ടില്ലെന്ന് വെച്ച് പോകത്തില്ല. നിങ്ങളുടെ കണ്ണുനീര് കാണുന്നവനാ. മറിയും തന്റെ സഹോദരൻ ലാസർ മരിച്ചപ്പോൾ അവർ കരയുന്നത് കണ്ട് അവരോടൊപ്പം കണ്ണുനീർ വാർത്തവനാണ് നമ്മുടെ യേശു. ഹല്ലേലൂയ. അതെന്റെ വിഷമങ്ങൾ മുഴുവൻ, എന്റെ സങ്കടങ്ങൾ മുഴുവൻ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മുഴുവൻ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ അഴിക്കുക. നിന്റെ കുടുംബത്തിന്റെ കുതന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ദുർഭൂത ശക്തികൾ, ദുർമന്ത്രവാദ ദേശത്തിന്റെ പോരുകൾ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന ഈ ലോകത്തിന്റെ അധാർമികമായ ജീവിത സാഹചര്യങ്ങൾ കൂടെ നീ തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിൽ നിന്നും ദൈവം നിന്നെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്രമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളിൽ എത്രയോ പേരുടെ കുടുംബമാണ് തകർന്നു കിടക്കുന്നത്. പ്രൈസലോ. നിങ്ങളുടെ എത്രയോ പേരുടെ കുടുംബം തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഒരു വിടുതലിന് വേണ്ടി നീ ഏതെല്ലാം വഴികളിൽ കൂടെ ഏതെല്ലാം മേഖലയിൽ നീ യാത്ര ചെയ്തു, എവിടെയെല്ലാം നീ കടന്നു, ഏതെല്ലാം വാതിൽ നീ മുട്ടി നോക്കി, എനിക്കൊന്ന് സ്വതന്ത്രമാകാൻ വേണ്ടി. പക്ഷെ ഇന്ന് ഹൃദയം തുറങ്ങിക്കിടക്കയില്ലേ, മനസ്സ് തകർന്നു കിടക്കയില്ലേ? ഒരു വിടുതൽ നിനക്ക് കിട്ടിയോ? കിട്ടിയില്ല. കിട്ടണമെങ്കിൽ നീ യേശുവിന്റെ അരികിൽ വരണം. കാരണം അവനാണ് രക്ഷകൻ. ഹല്ലേലൂയ.
അവനാണ് വിടുതൽ നൽകുന്നവൻ. ആരെ? യേശു. ഹല്ലേലൂയ. അത് മറിയയുടെ ജീവിതം കണ്ട് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഉത്തമഗീതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രിയയെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 14 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശൂലേക്കാരിയുടെ വിരഹ സ്വപ്നത്തെ അവിടെ കാണാൻ കഴിയും. അത് നമുക്ക് മൊത്തം വിവരിക്കുന്ന സമയം പലവഴങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയും, രാത്രി സമയത്തിന്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീതികളിലും വിശാല സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ച് കണ്ടില്ലതാനും. നിങ്ങൾ അതൊന്ന് വായിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഉത്തമഗീതം 3-ാം അധ്യായം. പ്രിയയുടെ വിരഹ സ്വപ്നം, തൻ്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹം. പ്രിയേശരോ എന്ന് പറഞ്ഞാൽ ഉത്തമഗീതത്തിൽ ശൂലേങ്കാരി പ്രാണപ്രിയനെ അന്വേഷിക്കുന്നതായി കാണുന്നു. രാത്രി സമയത്ത് തൻ്റെ കിടക്കയിൽ അവൾ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ച് കണ്ടില്ലതാനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ട് എൻ്റെ പ്രാണപ്രിയനെ കണ്ടുപോയി എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്, എന്നെ പ്രസവിച്ചുകൊള്ള അമ്മയിലെറിയ വീട്ടിലേക്ക് അറയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഞാൻ അവനെ വിട്ടിരുന്നാം. അപ്പം ശൂന്യക്കാരിക്ക് പ്രാണപ്രിയനോടുള്ള ആ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഇവിടെ ശൂന്യക്കാരി എന്ന് പറയുമ്പോൾ സഭയ്ക്ക് പ്രാണപ്രിയന് ശലോമോനില്ല. പുതിയ നിയമത്തിൽ ക്രിസ്തുവും സഭയുമാണ്. അപ്പം ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം നിനക്ക് ഈ ശൂന്യക്കാരിക്ക് പ്രാണപ്രിയനോടുണ്ടായിരുന്ന ബന്ധം എന്നെ കേൾക്കുന്ന സഹോദര സൂരി, നിനക്ക് ക്രിസ്തുവിനോടുണ്ടോ? ക്രിസ്തുവിനെ നീ ഇതുപോലെ ഹൃദയം തുറന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഹൃദയം നിറഞ്ഞ് നീ അന്വേഷിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, മഗ്ദലക്കാരത്തിൽ മറിയെപ്പോലെ യേശുവിനെ കാണുവാൻ ഉള്ള ആഗ്രഹം നിനക്കുണ്ടാകണം. പ്രൈസലോ. നിന്നെ അതിനുവേണ്ടിയാ ദൈവാത്മാവ് ഓർത്തുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന കർത്താവിനെ അന്വേഷിക്കേണ്ട സമയമാണ് ഇത്. കർത്താവിനെ അന്വേഷിക്കേണ്ട സമയമാണ്. ലോകം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ തകരുന്നു. ലോകത്ത് സകല മനുഷ്യൻ, സകല കുടുംബങ്ങളും തകരുക. അധാർമ്മികതകൾ, അശുദ്ധിയും വളർന്നുകൊണ്ടിരിക്കുക. മനുഷ്യൻ പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ, സന്തോഷിപ്പാൻ കഴിയാതെ, കുടുംബത്തിനകത്ത് തൊട്ട് സകലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും തറഞ്ഞ് ഒരിടത്തും സമാധാനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ നിങ്ങൾ മുഖാമുഖമായി കാണും. നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കും. ഇനിയും ഏക രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ ഏക മാർഗം യേശു മാത്രമേ ഉള്ളൂ, അല്ല മറ്റൊരു മാർഗവും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിവിധ പ്രശ്നങ്ങളാൽ പരവശനായി തീർന്നാ നീ, ഹല്ലേലൂയ, പരവശയായി തീർന്നാ നീ ദൈവതേജസ് പ്രാപിക്കുവാൻ വേണ്ടി, ആ ദൈവതേജസ്സിന് നിറയപ്പെടാൻ വേണ്ടി യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അവൻ നിന്നെ എതിരേറ്റു വരും. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി നിന്നെ ഏൽപ്പിക്കും. കർത്താവ് നിന്നെ എതിരേൽക്കുമെന്ന്. പ്രൈസലോ. കാരണം നീ അവന്റെ സൃഷ്ടിയാ. എന്നെ കേൾക്കുന്ന സൗരി, നീ യേശുവിന്റെ സൃഷ്ടിയാ. യേശുവാണ് നിന്നെ ഈ ഭൂമിയിലാക്കിയത്. ലോകത്തിലൊരു മതമല്ല, മത നേതാവിൻ്റെ ഇവിടുത്തെ സംഘടനയല്ല. നിന്നെ ഇവിടെ ആക്കിയത് യേശുവാ. അല്ലേ? നിന്റെ മേലുള്ള ഉത്തരവാദിത്വം യേശുവിനാ. നീ അവന്റെ അരിയിലേക്ക് വരുന്നെങ്കിൽ, അല്ലേലിയ, നിന്റെ കുടുംബം സ്വതന്ത്രമായി മാറും. നിന്റെ കുടുംബം സ്വസ്ഥമായി മാറും, സമാധാനമായി മാറും. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ കുടുംബങ്ങളും രക്തച്ചൊരിച്ചിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? സഹോദരന്മാർ തമ്മിൽ കലഹിക്കുന്നു, സഹോദരന്മാർ തമ്മിൽ കലഹിക്കുക, സ്നേഹത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രം, പ്രതിസന്ധികൾ മാത്രം, കലിതുള്ളി നിൽക്കുന്ന ജനമാണ്. പ്രൈസലോ. പുറമേ കണ്ട ഒരു കുഴപ്പമില്ല. പുറമേ കണ്ട ഭയങ്കര ഭംഗിയാണ്. നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭംഗി, പൗഡറൊക്കെ ഇട്ട്, നല്ല സോപ്പൊക്കെ ഇട്ട്, തലയൊക്കെ ചീകി മിനുക്കി, കണ്ണുമൊക്കെ എഴുതി, പൊട്ടുമൊക്കെ കുത്തി, കണ്ടാൽ ഭക്തിയുടെ വേഷം ധരിച്ചു നിൽക്കുന്ന, ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ അനവധി ആളുകളെ കാണാം. പക്ഷെ അവരുടെയൊക്കെ അകത്ത് കടിച്ചു കയറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമാണ്. നീ മാനസാന്തരപ്പെടുന്ന സഹോദരൻ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങുക. നിന്റെ ഉള്ളിലെ ചെകുത്താനി എടുത്ത് നീ പുറത്തു കളയണം. നിന്റെ ഉള്ളിലെ പിശാചിനെ എടുത്ത് നീ പുറത്തു കളയണം. നീ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട്, പ്രച്ഛന്ന വേഷം ധരിച്ചുകൊണ്ട്, ഭക്തിയുടെ വേഷം ധരിച്ച് നീ മനുഷ്യനെ കബളിപ്പിക്കാതെ, കപട വിശ്വാസിയെ നിൽക്കാതെ നിന്റെ ഉള്ളിലെ സാത്താനെ നീ പുറത്തു കളയണം. നിന്റെ ഉള്ളിലെ പിശാചിനെ നീ പുറത്തു കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെടണം. ലേരിയ.
നിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം 7 ദുരാത്മങ്ങളാൽ അടങ്ങിയ മത്തലക്കാരത്തിയുടെ പഴയ ഹൃദയം നിന്റെ മുഖത്ത് നോക്കി കാണാൻ കഴിയും സഹോദര സഹോദരി. ഇന്ന് നീ ദുരാത്മാവിനെ ബന്ധിക്കപ്പെട്ട് കിടക്കുക. നിനക്ക് സമാധാനത്തോടെ മറ്റുള്ളവരെ കാണാൻ കഴിയുമോ? സമാധാനത്തെ സ്നേഹിക്കാൻ കഴിയുമോ? സമാധാനത്തെ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ട്? നിന്റെ ഉള്ളിൽ ദുർഭൂതം കിടക്കുക, ദുർശക്തി, പ്രേതം കിടക്കുക നിന്റെ ഉള്ളിൽ. ലേരിയ ഏതോ സാത്താനെ നീ വിധേയപ്പെട്ടു പോയി. അതിന്റെ നടുവിൽ നീ പുറത്തു വരണം. മറിയെ സ്വതന്ത്രമാക്കി ദൈവം നിന്നെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അല്ലാതെ നീ എന്ത് കാപട്ടി വേഷം കെട്ടിയാലും നിന്റെ അവസാനം നിത്യ നരകക്കടലിലായിരിക്കും. പ്രൈസറോ മാനസാന്തരപ്പെട്ട് മടങ്ങുക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരും. രക്ഷയുടെ ആ സന്തോഷം നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കണം. മറിയെ അന്വേഷിച്ചതുപോലെ അവൾ ആദ്യം വെളുപ്പിലെ ആഴ്ചവട്ടം ഇരുട്ടുള്ളപ്പോൾ കല്ലറ കാണാൻ ചെന്നതുപോലെ, കല്ലറയ്ക്ക് യേശുവിനെ കാണാൻ ചെന്നതുപോലെ നീ യേശുവിന്റെ അരികിലേക്ക് വാ. ഹല്ലേലൂയ. തീർച്ചയായും നിങ്ങൾ അവനെ കാണും. ഹല്ലേലൂയ. അവനെ കാണുമ്പോൾ ഹല്ലേലൂയ അവനെ വിടരുത്, അവനെ മുറുകെ പിടിച്ചുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനമൊക്കെ വായിക്കും. സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയം ജീവിക്കട്ടെ എന്ന് 69 സങ്കീർത്തനം 32-33 വാക്യങ്ങളൊക്കെ കാണുന്നത് പോലെ നീ ദൈവത്തെ ഹല്ലേലൂയ അന്വേഷിക്കുന്നവനാണോ? ദൈവത്തെ അന്വേഷിക്കുന്നവളാണോ? നിന്റെ ഹൃദയം അവൻ സന്തോഷിക്കുന്നുണ്ടോ? നിന്റെ ഹൃദയം ജീവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പം ആഴ്ചയുടെ 1-ാം നാൾ മദ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ നിന്നും കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നവൾക്ക് യേശു പ്രത്യക്ഷമായി. അതെ, കണ്ണുകളടച്ചാട്ട് ഇന്ന് പകൽ യേശുവിനെ നീ ഏൽപ്പിച്ചു കൊടുക്കും. നിന്റെ കുടുംബം സ്വതന്ത്രമായി മാറും. നിന്റെ കുടുംബത്തിന്റെ ദുരാത്മാവിനെ മാറ്റി നിന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കി സമാധാനതരെ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോകരങ്ങർച്ചയുള്ള സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഇന്നത്തെ കുടുംബ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ നടക്കുന്ന അവസ്ഥകൾ കർത്താവേ ജനം അറിഞ്ഞ് മനസ്സിലാക്കിയും മടങ്ങി വന്ന് വിടിവിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ കരങ്ങളിൽ സകല കുടുംബങ്ങളെ ഏൽപ്പിച്ച് ജാതിമത വർഗ വർണ്ണ വ്യത്യാസ കുടികളിട്ട് കൊട്ടാരവരെ പറക്കുന്ന കേരളത്തിലും ലോകരാജ്യങ്ങളുടെ സകല ജനത്തെയും ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് ഈ ജനമാനസാന്തരം തുടങ്ങി വന്ന് കർത്താവ് യേശു ആത്മരക്ഷനായിരിക്കാൻ ആമേൻ ദുർഭൂത വേദനകൾ ദുരാത്മ സേവയാൽ കിടക്കുന്ന അനവധി ജീവിതങ്ങൾ വിടിവിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണമേ. ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർക്കും. അവരെല്ലാം അനുഗ്രഹിക്കണം. തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയോടെ ഓരോ കുടുംബങ്ങളെ ഓർക്കുന്നു. കുടുംബത്തിനകത്ത് കർത്താവ് കുലപാതകം രക്തച്ചൊരിച്ചിൽ ഓരോ ദിവസം കേൾക്കുമ്പോൾ വേദനയോടെ പ്രാർത്ഥിവർക്കെല്ലാം മാനസാന്തരം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.